നമസ്കാരം. പത്മ. ചെമ്മീൻ. തകഴിയുടെ കഥ. സംവിധാനം രാമു കാര്യട്ട്. മാർക്കസ് ബാട്ട്ലി ക്യാമറ. ഋഷികേഷ് മുഖർജി എഡിറ്റിംഗ്. സലിൽ ചൗധരിയുടെ സംഗീതം. കറുത്തമ്മയുടെയും കടലമ്മയുടെയും ചെമ്മീൻ. പരിക്കുട്ടിയുടെയും പളനിയുടെയും ചെമ്മീൻ. കരയുടെയും കടലിൻ്റെയും ചെമ്മീൻ. ചാകരകളും മീനുകളും ഉപ്പുഗന്ധങ്ങളും ഉപ്പുരസവും എല്ലാം ചേർന്ന ചെമ്മീൻ. വെറുമൊരു പൈങ്കിളി കഥ എന്ന പേരിൽ ഖ്യാതിപെറ്റ ചെമ്മീനെ രാമു കാര്യട്ട് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാക്കി മാറ്റി. ആദ്യത്തെ ദേശീയ പുരസ്കാരത്തിലേക്ക് വരെ അത് എത്തിപ്പെട്ടു. എന്നാൽ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കഥ കൂടിയാണ് ചെമ്മീൻ. എല്ലാ നിമിഷവും ഉറ്റുനോക്കുന്ന, സ്വകാര്യതയിലേക്ക് വരെ കടന്ന് എത്തുന്ന സമൂഹത്തിൻ്റെ കണ്ണുകളുടെ പിന്തുടർച്ചകളുടെ കഥ കൂടിയാണ് ചെമ്മീൻ. തൻ്റെ കളിക്കൂട്ടുകാരനോടൊപ്പം ജീവിക്കണം എന്ന ആഗ്രഹം കറുത്തമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ സാധിക്കുന്നില്ല. വലിയൊരു പിന്തുടർച്ച, വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്തുടർച്ച സമൂഹം അവളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പളനി ഒരു കടലിലൂടെ ആ ജീവിതത്തിലേക്ക് എത്തുന്നു. അനാഥനായ പളനി സമൂഹത്തിൻ്റെ ഉന്തുതള്ളലിൽ കറുത്തമ്മയെ സംശയിക്കാൻ തുടങ്ങുന്നു. വഴക്കിലേക്കും ബഹളങ്ങളിലേക്കും എത്തുന്നു. ദേഷ്യത്തോടെ, വാശിയോടെ കടലിലേക്ക്, തിരമാലയിലേക്ക് പളനി ഒരു തിമിംഗലത്തിൻ്റെ വായിലേക്ക് സ്വയം അടുക്കുന്നു. എന്നാൽ കളിക്കൂട്ടുകാരനോടൊപ്പം ജീവിക്കാനാകാത്ത കറുത്തമ്മ മരിക്കാൻ തീരുമാനിക്കുന്നു. ഇന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ സിനിമ അവസാനിക്കുന്നതും അങ്ങനെ ഒരു രംഗത്തിലാണ്. പിടച്ച് മരിക്കുന്ന, ശ്വാസമില്ലാത്ത രണ്ടും മീനുകളെപ്പോലെ പരിക്കുട്ടിയും കറുത്തമ്മയും ആ കടൽ തിരമാലകളേറ്റ് ആ കരയിൽ കിടക്കുന്നുണ്ടാവും. പളനി വലിയൊരു മീനിൻ്റെ വായിലേക്ക്, സാമ്രാജ്യത്തിലേക്ക് തനിയെ ഇരച്ചു കയറുന്നു. വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്തുടർച്ചയും ഓളങ്ങളും ചെമ്മീൻ നമ്മളിലേക്ക് എത്തിച്ചു. എന്നാലും കറുത്തമ്മയുടെ സ്വാതന്ത്ര്യവും സന്തോഷവും കൂടി ആ സിനിമ പങ്കുവച്ചിട്ടുണ്ട്. ചെമ്മീൻ വെറുമൊരു സിനിമ മാത്രമല്ല, സമൂഹത്തിൻ്റെയും പിന്തുടർച്ചകളുടെയും കലഹങ്ങളുടെയും കലയുടെയും കൂടെ ചെമ്മീനാണ്. അതിൻ്റെ വിലമതിപ്പോ വിലയിടാനോ വെറുമൊരു റിവ്യൂ കൊണ്ട് സാധ്യമല്ല. എങ്കിലും ആ സിനിമയും സിനിമാ പ്രവർത്തകരെയും സ്മരിക്കുന്നു. വീണ്ടും കാണാം. പത്മ.